ഒരു തിരുവചന ഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഓർത്തു വെക്കണേ. 17-ാമത്തെ അധ്യായത്തിന്റെ അതേ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 17-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, 17-ന്റെ 1 ആദ്യം വായിക്കാം. പതിനേഴിന്റെ 3 ഏകസത്യതയുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. 17-23 നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനാണ് തന്നെ. നമ്മളിന്ന് വായിച്ചതായിരിക്കുന്ന സങ്കീർത്തനം 133-ാമത്തെ സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനോട് ചേർന്ന് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ കരിയാമ്പാസ്തവറുകൾ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾ ദൈവക്കും ക്രിസ്തുയേശുവിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. നിരവധി പ്രാർത്ഥനകളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനകളുണ്ട്. മോശയുടെ പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥന ഒക്കെ വളരെ പ്രസക്തമായ പ്രശസ്തമായ പ്രാർത്ഥനകളാണ്. അതൊക്കെ ഓർത്ത് കർത്തദാസന്മാരൊക്കെ ശുശ്രൂഷിക്കാറുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നില്ല. രഹസ്യമായ പ്രാർത്ഥനകളുണ്ട്, പരസ്യമായ പ്രാർത്ഥനകളുണ്ട്, ചെറിയ പ്രാർത്ഥനകളുണ്ട്, വലിയ പ്രാർത്ഥനകളുണ്ട്. എന്നാൽ കർത്താവായ യേശു കർത്താവിന്റെ സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. ഒരു മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ആളുകൾ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ചാണ് ആളുകൾ പറയുന്നതെങ്കിലും നമ്മള് വചനം വിശദമായി പഠിച്ച കർത്താവിന്റെ പ്രാർത്ഥന എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് തന്റെ ക്രൂശ് മരണത്തിന് തൊട്ട് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രിയിലുള്ള അതിനോട് ചേർന്നുള്ള ആ ദിവസങ്ങളോട് ചേർന്നുള്ള മഹാപുരോഹിത പ്രാർത്ഥന. ഇത് ക്രൂശിന് മുമ്പുള്ള അവസാനത്തെ പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യൻ മരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ചില വാക്കുകളുണ്ട്. തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവരോട് പോലും ചോദിക്കും, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹങ്ങൾ എന്താ? അത് സാധിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ അപ്പൻ മക്കളെയെല്ലാം വിളിച്ചു പറയും, എനിക്ക് ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സ്നേഹമുള്ള മക്കളാണെ പറയും, ഓടി എവിടെയാണെങ്കിലും ഓടി വന്ന് അപ്പന്റെ അടുത്ത് വരും. സ്നേഹമില്ലാത്ത മക്കളാണെ പറയും, ഞാൻ മാർക്കറ്റിൽ നിൽക്കുക, അപ്പൻ ഞാൻ ഫോൺ ഓൺ ചെയ്തു വെക്കാം, അപ്പൻ ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയുണ്ട്. കാരണം മരിക്കാൻ പോകുന്നവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ തന്റെ മരണത്തിന്റെ സമയം അടുത്തെന്ന് മറ്റാരേക്കാൾ നമ്മുടെ കർത്താവിന് അറിയാം. കർത്താവിന് മാത്രമേ അത് അറിയുമായിരുന്നുള്ളൂ. എന്നാൽ തന്റെ മരണത്തിന് വേണ്ടി, അതിനുവേണ്ടി ഒരുങ്ങേണ്ടതിന് വേണ്ടി, കാത്തിരിക്കേണ്ടതിന് വേണ്ടി ശിഷ്യന്മാരെ കർത്താവ് കാലാസമയങ്ങളിൽ അതത് സമയങ്ങളിൽ വാക്കുകളാലും പ്രവൃത്തികളാലും പ്രാർത്ഥനയാലും
കർത്താവ് അവരെ ഒരുക്കിക്കൊണ്ടിരുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി. ഞാൻ അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല, കാരണം ഞാൻ 3/4 മണിക്കൂർ കൊണ്ട് ദൈവം ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 15 മിനിറ്റ് കുറച്ചാണ് സംസാരിക്കുന്നത്. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. വാക്കുകൾ വളരെ ശ്രദ്ധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ മെസ്സേജിൽ നിങ്ങൾ ഒപ്പം എത്തിയെങ്കിൽ മാത്രമേ ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മളിവിടെ വചന ശുശ്രൂഷ ഇടയ്ക്ക് കോഴിക്കോട്ടിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോയാൽ ആമേൻ എന്ത് ചെയ്യത്തില്ല, ഈ മെസ്സേജുകളൊന്നും പിടുത്തം കിട്ടിയില്ല. അപ്പോൾ പിന്നീട് ആളുകൾ പറയും, പാസ്റ്റർ സംസാരിച്ചിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പുള്ളി വേറെ എന്തൊക്കെയോ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞതല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. ആമേൻ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിന് എന്റെ കുറ്റമല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പിതാവേ, യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ഇപ്പൊ നമ്മൾ പ്രാർത്ഥന എവിടെയായിരിക്കണം? സ്വർഗത്തേക്ക് നോക്കിയായിരിക്കണം. സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മളുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ പലപ്പോഴും ധ്യാനഗീതത്തിനൊക്കെ പാടുമ്പോൾ ആ പാട്ടിനനുസരിച്ച് കരങ്ങൾ, നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിനകത്തുള്ള ആവേശത്തിനനുസരിച്ച് നമ്മുടെ കൈക്ക് ഒരു ചലനം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തളർന്ന് കട്ടിലിൽ കിടക്കുന്നവരുടെ കൈ പൊങ്ങുന്നതും ആരോഗ്യമുള്ളവരുടെ കൈ പൊങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോ നമ്മുടെ കൈ പൊങ്ങുന്നത് തന്നെ കട്ടിലിൽ വർഷങ്ങളായി തളർന്നു കിടക്കുന്നവരുടെ കൈ പൊങ്ങുന്നത് അങ്ങനെയല്ല. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് കരം ഉയർത്തുമ്പോൾ അത് ശക്തിയോടെ, ആവേശത്തോടെ നമ്മുടെ കരങ്ങൾ ഉയരാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനായി ചിന്തിക്കണം, അതിനായി പ്രവർത്തിക്കണം. കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ആണല്ലോ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താണ് പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ പ്രാഥമികമായ ഒരു പാഠം നമുക്കുണ്ട്. എന്താണ് ആ പാഠം? ആ പാഠം, ജാതികളുടെ പ്രാർത്ഥന പോലെ പ്രാർത്ഥന ജൽപ്പനമാകാൻ പാടില്ല. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ബോധ്യമുണ്ടായിരിക്കണം. അവരെന്താണ് പ്രാർത്ഥിച്ചതെന്ന് കർത്താവിനെ പിടുത്തം കിട്ടണം. ഇത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പലപ്പോഴും കർത്താവ് കൈ വളർത്തുകയാണ്, എന്താ പ്രാർത്ഥിച്ചെന്നുള്ള കർത്താവിനും പിടുത്തം കിട്ടിയില്ല. ഞാൻ സന്ദർഭോചിതമായ ഒരു തമാശയായിട്ട് വേണമെന്ന് പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ. കർത്താവിന് പിടുത്തം കിട്ടാത്ത ഒന്നുമില്ല. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ ഒരു ഘടന ഉണ്ട്. അത് സ്വർഗസ്ഥനായ പിതാവിന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതിന്റെ ഘടന വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് എന്താണ് പ്രാർത്ഥിച്ചത്? ഒന്ന്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത്, അതിനോട് ചേർത്ത് ചിന്തിക്കുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ആഗ്രഹിച്ചത്? പ്രാർത്ഥന. രണ്ട് കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്നുള്ള വളരെ പ്രാധാന്യപരമായിട്ടുള്ള ഒന്ന്. രണ്ടാമത്തേതായ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇത് രണ്ടും കർത്താവ് നോക്കും. ആഗ്രഹമില്ലാതെ പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് പറയാനായിട്ട് പാടുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നോക്കുക, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. അതിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കയറുകയാണ്. പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരാഴമുണ്ട്. പ്രാർത്ഥിക്കുന്നത് ഉപരിപ്ലവമായിട്ടല്ല, പ്രാർത്ഥിക്കുന്നത് വളരെ ആഴമുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് ആഴമുണ്ട്. ഹല്ലേലൂയ. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ, നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആളുകൾ ചോദിക്കും,
നനഞ്ഞല്ലോ, അപ്പടി നനഞ്ഞല്ലോ. ഇതുപോലെ പ്രാർത്ഥനയുടെ ആഴത്തിൽ നിന്ന് കയറി വരുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് നമ്മളെ ദർശിക്കാനായിട്ട് കാണാം. നമ്മൾ വേർത്ത് കുളിച്ചിരിക്കുന്നത് കൊണ്ടൊന്നും അല്ല അത് അനുഭവം. നമ്മുടെ മുഖത്തൊരു തേജസ്, നമ്മുടെ മുഖത്തൊരു പ്രത്യാശ, നമ്മുടെ മുഖത്തൊരു ധൈര്യം, നമ്മുടെ മുഖത്തൊരു ഉറപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിന്നാണോ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നത് എന്ന്. കരയോർക്ക് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് ഉണ്ടായിരിക്കണം, ഒരു പ്രത്യേക ഭാവം ഉണ്ടായിരിക്കണം, ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരിക്കണം. ബസ്സിനകത്ത് കയറുമ്പോൾ വേദപുസ്തകം കണ്ടിട്ടല്ല ആളുകൾ നമ്മൾ ചോദിക്കേണ്ടത് താങ്കൾ ഒരു ദൈവ പൈതൽ ആണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 14 മൈല് എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര ചെയ്തു. 14 മൈൽ വീഡിയോ എടുക്കാൻ ഞാൻ ആ വഴിക്കൂടെ പോകാറുണ്ട്, അല്ല യാത്ര ചെയ്യാൻ. ആ സമയം ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലൂടെ വന്നു. 14 മൈൽ, കോട്ടയത്തിനടുത്തുള്ള 14 മൈൽ ഞാനിവിടെ യാത്ര ചെയ്യുമ്പോൾ 14 മൈൽ 15 മൈലിലൂടെ യാത്ര ചെയ്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, ഞാൻ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പ്, ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തെരുവീതികളിൽ എനിക്കൊരു സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. മൈക്ക് പെർമിഷൻ ഒക്കെ വേണമായിരുന്നു ആ സിസ്റ്റത്തിൽ. അപ്പോൾ ആ സിസ്റ്റവുമായിട്ട് ഞാൻ തെരുവീതികളിൽ നിന്ന് ബൈബിളിൽ പഠിച്ചിട്ടില്ല കേട്ടോ, പരസ്യമോ ഒന്നും കേട്ടിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആശാരോപദേശിയൊക്കെ ഞങ്ങളെ അവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ആ ഒരു ധൈര്യത്തിലൊക്കെ ഞാൻ ചെന്ന് വഴിയരികിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. 14 മൈലൊക്കെ, 14 മൈൽ 15 മൈൽ, അങ്ങനെ 14 മൈല് അവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ടായിരുന്നു. കള്ളുഷാപ്പിന്റെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ബന്ധുക്കമ്മ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പുകാരൻ ജീപ്പുമായിട്ട് എന്റെ നേരെ പാഞ്ഞു വന്നു. കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്ന് ജീപ്പുമായിട്ട് നേരെ എന്റെ മുമ്പിലേക്ക് പാഞ്ഞു വന്നു. പക്ഷെ ഞാൻ പുറകോട്ട് മാറിയില്ല. അന്നത്തെ ധൈര്യം വല്ലാത്തൊരു ധൈര്യമാണ്. പെട്ടെന്ന് ജീപ്പുകാരനോട് സ്ഥലം ബ്രേക്ക് ഇട്ടു. ഞാൻ ഒരടി പോലും പുറകോട്ട് മാറിയില്ല, പ്രസംഗം നിർത്തിയില്ല. അദ്ദേഹം എന്നെ ഇടിച്ചു കൊല്ലുകയാണെങ്കിൽ അവിടെ വെച്ച് തീരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കള്ളുഷാപ്പിന്റെ മുമ്പിലായതുകൊണ്ട് പുള്ളി കള്ളുഷാപ്പിന്റെ ഉടമസ്ഥനാണോ ഇനി കള്ളു കുടിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലേ, ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല. ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എവിടെയാണ് ബസ് നടത്തേണ്ടത്. അങ്ങനെ വന്നപ്പോൾ കർത്താവ് ഈ 14 മൈൽ ഭാഗം, കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഈ കാണിച്ചത്. എനിക്ക് ജോലിയോടുള്ള ബന്ധത്തിലാണ്, ജോലിയുണ്ട്. അങ്ങനെ ഈ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എന്റെ തൊട്ട അടുത്ത ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് അധികം നാളായില്ലെന്ന് മനസ്സിലാക്കണം, കരിസ്മാറ്റിക്കിലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആമേൻ, വിശ്വാസിയാണോ എന്ന് ചോദിക്കാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആമേൻ ചോദിച്ചു, എന്താ പേരിന്നതാണ്. ഞാൻ ചോദിച്ചു, പെന്തക്കോസിലാണ് ആരാധനയ്ക്ക് പോകുന്നത്. എന്നോട് പറഞ്ഞ ആന്നു. ഞാൻ ചോദിക്കാൻ കാര്യം, അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പ്രത്യേകമായ ഒരു പ്രത്യാശ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് പരിശോധന പ്രസംഗിച്ചൊന്നും വലിയ പരിചയമില്ല, ചർച്ചകളുമായിട്ട് എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് അന്ന് നമ്മൾ ബന്ധുക്കോസ് വന്നതല്ലോ, ഇതിനകത്ത് വല്ല കാര്യങ്ങളോ വല്ലതും നമുക്കറിയാമോ? ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഞാനിവിടെ ഒരാഴ്ചയോളം ഉണ്ട്. ഈ ഒരാഴ്ചയോളം നിങ്ങളുടെ വീട്ടിൽ ഇത് അദ്ദേഹം കേട്ടാൽ എന്നെ തിരിച്ചറിഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് ഒരാഴ്ചയോളം നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഒരവസരം തരുമോ? അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ആയിക്കോട്ടെ. ഞാൻ അവിടെ ചെന്നപ്പോൾ ആമേൻ, അദ്ദേഹത്തിന് സന്തോഷമായിരുന്നെങ്കിലും വീട്ടുകാർക്ക് അത്ര സന്തോഷമില്ലെന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ആദ്യമായിട്ട് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ഞാൻ ചെല്ലുക. കാരണം ബന്ധക്കോസിൽ എനിക്ക് അനുഭവങ്ങളില്ല, ബന്ധക്കോസിൽ ശുശ്രൂഷ സംബന്ധമായിട്ട് വലിയ ധാരണകളില്ല, പാസ്റ്റർമാരുമായിട്ട് വലിയ ധാരണകളില്ല. ആ സമയത്ത് ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചാണ് ഇറങ്ങിയത്, ഒരു ധാരണയില്ലാതെ ഇറങ്ങിയത്. അദ്ദേഹം താമസിക്കാൻ പറഞ്ഞു.
അവിടെ താമസിച്ചു. ഞാൻ വന്ന് പോകുമ്പോൾ കുറേ പുസ്തകങ്ങളുമായിട്ടൊക്കെ അവിടെ പോയത് വായിക്കാനൊക്കെ. അന്ന് ഞാൻ മുണ്ടക്കയം ഭാഗങ്ങളിൽ, മണിമല ഭാഗങ്ങളിൽ, അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലും പരസ്യയോഗങ്ങൾ അന്ന് നടത്തിയത് ഞാനത് ഓർക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ വഴി യാത്ര ചെയ്തപ്പോൾ ഞാൻ ആ കുടുംബത്തെ ഓർത്തു. പക്ഷെ അവരാരാണെന്ന് അറിയില്ല. അവിടെ അടുത്തൊരു പെന്തക്കോസ്ത് ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ അന്നത്തെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി സംബന്ധിച്ചു. ആ സമയത്ത് എന്റെ കൂടെ ചർച്ച കൂടിൽ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ആമേൻ. അദ്ദേഹം എന്റെ കൂടെ ഇതൊക്കെ നടത്താനായിട്ട് അദ്ദേഹം എന്നോട് കൂടെ വന്നു. എനിക്ക് ഒത്തിരി പിന്നീട് അതൊക്കെ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് ബസിൽ വെച്ചാണ്. അത് പറയാനാണ് വന്നത്. ആമേൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പം ഒരു കാര്യം മനസ്സിലായി. ഈ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ പൂർണ്ണമായിട്ട് നിങ്ങളോട് ഈ വചന ശുശ്രൂഷയിൽ ഈ കാര്യം പൂർണ്ണമായിട്ട് പറയാൻ സമയം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ ഇവിടെ നിന്നപ്പോൾ അനുഭവങ്ങൾ ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാം. പിതാവേ, നാഴിക വന്നിരിക്കും, നിന്റെ പുത്രൻ നിന്റെ പിതാവെ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഓ ഹല്ലേലൂയ. നാഴിക വന്നിരിക്കുന്നു. നമ്മുടെ വചനത്തിന്റെ ആഴത്തിലേക്ക്, വളരെ ആഴത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങുകയുള്ളൂ. കരയിലിരുന്നാൽ നനയാൻ പറ്റില്ല. ആഴത്തിലേക്കൊന്നും ഇറങ്ങി. എന്താണ് ആഴം? കർത്താവ് പറയുകയാണ്, നാഴിക വന്നിരിക്കുന്നു, സമയമെടുത്തിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണം, അങ്ങേക്ക് മഹത്വം ഉണ്ടാകണം. ഇത് ക്രൂശിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനയാണ്. സമയമെടുത്തിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ വേദന സഹിക്കാൻ മനുഷ്യ ശരീരത്തിന് വളരെ 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 പ്രയാസമുണ്ട്. താൻ അവിടെ മുതൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത എന്താണെന്ന് ശരിക്കറിഞ്ഞിട്ട് ഓരോ അടിയും, കർത്തൃമേഷം നമുക്കുണ്ട്, നമ്മൾ വന്നാൽ ധ്യാനിക്കുകയാണ്. ഓരോ അടി, എത്ര അടി തന്റെ ശരീരത്തിൽ കൊള്ളുമെന്ന്, ആരെല്ലാം തന്നെ എവിടെയൊക്കെ അടിക്കുമെന്ന്, താൻ എവിടെയെല്ലാം വിസ്തരിക്കപ്പെടുമെന്ന്, തന്റെ ശരീരത്തിലൂടെ എവിടെയെല്ലാം രക്തം ഒഴുക്കപ്പെടുമെന്ന്, താൻ ക്രൂശുമായിട്ട് എവിടെയെല്ലാം വീഴുമെന്ന്, താൻ ക്രൂശുമായിട്ട് പോകുമ്പോൾ തന്നെ സഹായിപ്പാൻ കുറേനക്കാരെ ഷിമിയോൻ എന്ന ഒരു മനുഷ്യനെ റോമൻ പട്ടാളംകാര് തിരഞ്ഞെടുക്കുമെന്ന് ഇതെല്ലാം കർത്താവിനറിയാം. തന്റെ ക്രൂശിൽ അനുഭവിക്കുന്ന മാരകമായ വേദനയുടെ അനുഭവങ്ങളെ ആഴമായിട്ട് അറിയുന്ന കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് സന്തോഷത്തിന്റെ സമയമല്ല, വേദനയുടെ സമയമാണ്. സന്തോഷത്തിന്റെ സമയമല്ലെങ്കിലും വേദനയുടെ സമയത്തിൽ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഈ വേദനയുടെ സമയത്തിൽ നിന്നുകൊണ്ട് നിനക്ക് നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, നിരാശകളിലൂടെ ആയിപ്പോയിട്ട് കർത്താവേ, എന്തിനാ എനിക്ക് വേദന, എന്തിനാ ഈ ഭാരം, എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിക്കൂടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കുറച്ചു തന്നാൽ പോരായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് നിരാശപ്പെട്ടു പോകും. ഭക്തനായിരിക്കുന്ന യോബിന് പോലും വിഷമം ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിന് പോയില്ലെങ്കിൽ, വിശ്വാസത്തിന് ക്ഷീണം വന്നില്ലെങ്കിൽ, വേദനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പല ചോദ്യങ്ങൾ യോബ് ദൈവത്തോട് ചോദിച്ചു. ഇത് സന്തോഷത്തിന്റെ സമയമല്ല വരുന്നത്. ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്നേ. കാരണം അവർ നോക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നലത്തെ പോലെ, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഈ ആഴ്ച പോയി, കഴിഞ്ഞ ദിവസം പോലെ ഈ ആഴ്ച പോയി, കഴിഞ്ഞ ദിവസം പോലെ ഇന്നത്തെ ദിവസം പോയി.
ഇന്നത്തെ പോലെ തന്നെ ഇന്നും കഥാകടിയ ഇന്നത്തെ പോലെ ഒന്നും അല്ല ഇനി അടുത്ത നിമിഷങ്ങളിൽ വരാൻ പോകുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അത് വന്നപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് ചിന്തിച്ചപ്പോൾ, സമയമെടുത്തു വന്നപ്പോൾ നമ്മുടെ കർത്താവ് മുട്ടുകുത്തി, പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തി. നിന്റെ കർത്തനയുടെ അനുഭവം വരുമ്പോൾ നീ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തണം. പൗലോസ് അപ്പോസ്തലനെ എഫെസോസിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് ആമേൻ ആമേൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ആ മണൽപ്പരപ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അവൻ അതിനു മുമ്പ് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി നിങ്ങളെ ആരെയും നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആമേൻ, ആ വേദനയുടെ മുമ്പിൽ, വേർപാടിന്റെ വേദന, ശിഷ്യന്മാരെ ഈ ഭൂമിയിൽ വിട്ടുപോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി അല്പസമയത്തേക്ക് ശിഷ്യന്മാരെ ആമേൻ ചേർന്നിരിപ്പാൻ, അവരോട് ചേർന്നിരിപ്പാൻ കഴിയുകയില്ല. മാത്രമല്ല, അടിയന്തരമായിട്ട് വരാനുള്ള ചില അനിഷ്ട സംഭവങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവിന് താങ്ങാൻ കഴിയാത്ത, മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത, മനുഷ്യ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ പ്രയാസം ഇപ്പോൾ വരികയാണ്. എന്താ പ്രയാസം അറിയാമോ? പുറത്തുള്ളവരാണെങ്കിൽ വിഷമം വരില്ല. അകത്തുള്ളവൻ, സ്നേഹിക്കുന്നവൻ, തെരഞ്ഞെടുത്തവൻ ഇന്ന് എന്നെ ഒറ്റുകൊടുക്കാൻ പോവുകയാണ്. വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ദ്രോഹിയായ യൂദ എന്നാണ്. കർത്താവ് അവനെ വിളിച്ചത് ദ്രോഹിയായ യൂദ എന്നല്ല, സ്നേഹിത എന്നാ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് മറ്റൊന്ന്, താൻ വളരെ സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പത്രോസ് തന്നെ തള്ളി പറയാൻ പോകുന്നു. ശിഷ്യന്മാരെല്ലാവരും എന്നെ വിട്ട് ഓടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാലും കർത്താവിന് അതിനകത്തൊരു സന്തോഷത്തിന്റെ കാര്യമുണ്ട്. ഇതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നുണ്ട്, ഒരു ബാലൻ. അവരൊരു അമ്മ കൊടുത്ത പുതപ്പുമായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ കൂട്ടത്തില് കാര്യമൊക്കെ വന്നപ്പോൾ അവൻ പേടിച്ച് ഓടിപ്പോയി. അത് നമ്മുടെ മർക്കോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. മർക്കോസ്. പരിഹാസം, ക്രൂശ്, എന്നാൽ ഇതിനെല്ലാം വിളിക്കുന്നത് മഹത്വം എന്നാണ്. കരുകൾക്ക് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് പറയുകയാണ്, മഹത്വത്തിന്റെ സമയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് മഹത്വത്തിന്റെ സമയം? യെരൂശലേം ദേവാലയമല്ല, ആമേൻ, പള്ളിയിലേക്ക് ചെല്ലുന്നതായിരിക്കുന്ന സമയത്ത് വേദപുസ്തകം വായിക്കുവാനായിട്ട് പുസ്തകം കൊടുത്ത് അവരോട് സംസാരിച്ചതാണോ അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ? അതാണ് മഹത്വത്തിന്റെ സമയം. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് ദൈവവചനവുമായിട്ട്, വിഷയങ്ങളുമായി, മറ്റുള്ളവരുമായിട്ട്, പ്രമാണികളുമായിട്ട് സംസാരിച്ചതാണോ മഹത്വത്തിന്റെ സമയം? ലാസർ ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന ആഴ്ച, ഹോശാന എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് മിശിഹ വന്നിരിക്കുന്നു എന്നുള്ള ധാരണയിൽ ഈന്തപ്പനയുടെ ഓലകളുമായിട്ട് തിരുവോറ്റങ്ങളിൽ വസ്ത്രം വിരിച്ച് കഴുതപ്പുറത്ത് ആഘോഷമായി നടത്തിയതാണ് മഹത്വം. ചന്ദനങ്ങളെല്ലാം സ്വീകരിച്ചതാണ് മഹത്വം. കലാമിലെ കല്യാണ വിരുന്നിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വന്നിരിക്കുന്നവർക്കെല്ലാം നല്ല വീഞ്ഞ് കൊടുത്ത് അവർ സന്തോഷിച്ചതാണ് മഹത്വം. കർത്താവിന് കണക്കിൽ അതൊന്നും ഒരു മഹത്വമല്ല. മഹത്വം എന്ന് പറയുന്നത് ക്രൂശാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന്റെ സമയം എന്ന് പറയുന്നത് ക്രൂശിന്റെ സമയമാണ്. ആ ക്രൂശിനകത്താണ് ദ്രോഹമുള്ളത്, നിഷേധമുള്ളത്, അപമാനമുള്ളത്, ക്രൂശുള്ളത്. കർത്താവ് അതിനെ വിളിക്കുകയാണ് മഹത്വത്തിന്റെ സമയമെന്നാണ്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ മഹത്വത്തിന്റെ സമയം ഏതാണെന്ന് നീ തിരിച്ചറിയണം. വിജയമാണോ, പദവിയാണോ,
മാന്യതയാണോ നിന്റെ ജീവിതത്തിലെ നീ കാണുന്ന മഹത്വം? പക്ഷെ വിജയങ്ങൾ, ഇന്നത്തെ വിജയങ്ങൾ ഒരുപക്ഷെ നാളെ പരാജയമായി മാറും. ഇന്നത്തെ പദവികൾ നാളെ നഷ്ടപ്പെട്ടെന്ന് വരാം. ഇന്നത്തെ മാന്യത നാളെ നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷെ അതൊന്നും ഒരു മഹത്വത്തിൻ്റെതല്ല. ഇന്നത്തെ മഹത്വം നാളെ നിനക്ക് ലഭിക്കണമെന്നില്ല. ഇന്നത്തെ സാമ്പത്തികം നാളെ ഉണ്ടാകണമെന്നില്ല. ഇന്നത്തെ സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. നീ ഇന്നത്തെ സാഹചര്യത്തിൽ മഹത്വം കാണരുത്. പക്ഷേ യേശു കർത്താവിനെ നോക്കുക. യേശു കർത്താവിന് ക്രൂശാണ് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് തന്നെ മഹത്വം. കാരണം എന്താണെന്നറിയാമോ? അവിടെ പാപത്തിന് വില കൊടുക്കുന്നതാണ്, രക്ഷ പൂർത്തീകരിക്കുന്നതാണ്, ദൈവസ്നേഹം തെളിയുന്നതാണ്. ലോകം പറയുന്നത് ക്രൂശ് തോൽവി എന്നാണ്. ദൈവം പറയുന്നത് ക്രൂശ് വിജയമെന്നാണ്. യോബിനെ കുറിച്ച് പിശാചിന് ഉള്ള കാര്യം ഇതായിരുന്നു. അവന്റെ വിജയം അവന്റെ എല്ലാം നന്മയിലായിരുന്നു. ദൈവം പറഞ്ഞു അങ്ങനെയല്ല. അവന്റെ വിജയം എന്ന് പറയുന്നത് അവന്റെ ത്വക്ക് എല്ലാം ദ്രവിച്ചു പോയാൽ, അവൻ ക്ഷീണിച്ചു പോയാൽ, അവന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാലും, അവന്റെ ഭാര്യ അവനെ വിട്ടിട്ട് പോയാലും, ഡൈവേഴ്സ് നോട്ടീസ് അയച്ചാലും, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, കുഞ്ഞുങ്ങളെല്ലാം മരിച്ചാലും, സമ്പത്തെല്ലാം നശിച്ചു പോയാലും, സ്നേഹിതന്മാര് വന്ന് കുറ്റം പറഞ്ഞാലും, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അവൻ കഷ്ടതയിൽ നിൽക്കുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാഞ്ഞതാണ്. അവിടെയാണ് ദൈവം മഹത്വം എടുത്തത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കാല് വെണ്ണയിൽ കഴുകിയപ്പോഴല്ല ദൈവത്തിന്റെ നാമം മഹത്വം എടുത്തത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ അവിടുത്തെ മൂപ്പനായിട്ട് ന്യായാസനത്തിൽ ഇരുന്ന് ആ ദേശത്തെ ന്യായപാലനം നടത്തിയപ്പോഴല്ല അവന്റെ മഹത്വ ദൈവത്തിൽ വെളിപ്പെട്ടത്. അവൻ കഷ്ടതയിലായിരുന്നപ്പോഴും, ഭാര്യ അവന് ഉപേക്ഷിച്ചു പോയപ്പോഴും, മക്കൾ മരിച്ചു പോയപ്പോഴും, സമ്പത്തെല്ലാം പോയപ്പോഴും, പരിചാരകന്മാർ വിട്ടുപോയപ്പോഴും, കാല് വെണ്ണയിൽ കഴുകാനല്ല ഒരു ഓട്ട കഷ്ണം മാത്രം എടുത്ത് അവന്റെ മുറിവുകളിൽ നിന്ന് ചിരണ്ടി ഓരോ പുരുവിനെയും എടുത്ത് കളയുമ്പോൾ അവൻ ദൈവത്തെ തള്ളിപ്പറയാതിരുന്നതാണ്. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം എടുത്തത്. ഹല്ലേലൂയ. നമുക്ക് നല്ല വീട് കിട്ടുന്നത് നല്ലതാ, അവിടെയൊന്നും അല്ല മഹത്വം. വാഹനം കിട്ടുന്നത് നല്ലതാണ്, അവിടെയൊന്നും അല്ല മഹത്വം. മക്കൾക്ക് ജോലി കിട്ടുന്നത് നല്ലതാ, അവിടെയൊന്നും അല്ല മഹത്വം. നിന്റെ കഷ്ടതയുടെ അനുഭവത്തിൽ, നിന്റെ വേദനയുടെ അനുഭവത്തിൽ, നിന്റെ ഭാരത്തിന്റെ അനുഭവത്തിൽ നിന്റെ വീട്ടുകാർ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പഴയ വിശ്വാസം ഇപ്പോഴും ഉണ്ടോ? ദൈവത്തെ തള്ളി പറയുമോ? നിന്നെ ഈ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കൊണ്ടുപോകുമ്പോൾ നിന്നെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് സമ്പത്തുള്ളപ്പോഴൊന്നും ലോകം അത്ര വീക്ഷിക്കത്തില്ല, കാരണം അവർക്ക് സമ്പത്തുണ്ട്. നിനക്ക് നല്ലൊരു കാറ് കിട്ടുമ്പോഴൊന്നും ലോകം നിന്നെ അധികം ശ്രദ്ധിക്കത്തൊന്നുമില്ല, കാരണം അതിനേക്കാളും വലിയ കാറുകൾ അവർക്കുണ്ട്. നിനക്ക് നല്ലൊരു വീട് കിട്ടുമ്പോൾ അതിലൊന്നും ലോകം അധികം ശ്രദ്ധിക്കത്തൊന്നുമില്ല. അന്ന് വീട് ശുശ്രൂഷയ്ക്കൊക്കെ വരുന്ന സമയത്ത് കണ്ട അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോകുക. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല, കാരണം അതിനേക്കാൾ വലിയ വീട്. ഞാൻ അംബാനിയുടെ വീട് കണ്ടിട്ടുണ്ട് ബോംബെയിൽ. 27 നല്ല കെട്ടിടമാണ്. പോട്ടെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ഹെലിപ്പാഡുകൾ അതിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ചുരുക്കമായിട്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിലൊന്നും അല്ല നമ്മളെ ആളുകൾ വീക്ഷിക്കുന്നത്. ചില പറയാറുണ്ട് കഷ്ടത വരും. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ദൈവനാമം ദൂഷിക്കപ്പെടുമല്ലോ. എനിക്കത് കേൾക്കുമ്പോൾ പലപ്പോഴും തിരുത്താനൊന്നും ഞാൻ അധികം പോയിട്ടില്ല. എനിക്ക് വേദന ഉണ്ടായിരുന്നു ആ വാക്കിൽ. ദൈവനാമം അതിലൊന്നും ദൂഷിക്കപ്പെടാൻ പോകുന്നില്ല. ദൈവനാമം ദുഷിക്കാനുള്ള കഷ്ടതയല്ല ദൈവം നിനക്ക് തന്നത്. നിന്റെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ നീ പോകുമ്പോൾ, ഞാൻ സമയോടെ നോക്കുന്നുണ്ട്, നീ കഷ്ടതയുടെ അനുഭവത്തിലൂടെ നീ പോകുമ്പോൾ
നീ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവനാമത്തിന് മഹത്വമെടുത്ത് സ്തോത്രം പറഞ്ഞ് വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് നിനക്ക് നടക്കാൻ കഴിയുമെങ്കിൽ, സാക്ഷ്യം പറയാൻ കഴിയുമെങ്കിൽ, എന്നെ യേശു ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ, യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ, അതിലാണ് ദൈവനാമം മഹത്വമെടുക്കുന്നത്. Praise the Lord. Praise the Lord. Praise the Lord. യേശു കർത്താവിനെ ദുഷിച്ച് പറഞ്ഞപ്പോഴും വാണിച്ചപ്പോഴും ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോഴും നമ്മുടെ കർത്താവ് ചെയ്തത് ആമേൻ ക്രൂശിനെ ശത്രുവായി കണ്ടില്ല. ക്രൂശിനെ എന്തായി കണ്ടില്ല? നമ്മളാണെങ്കിൽ ക്രൂശിനെ ശത്രുവായി കണ്ട്, അവിടെ വരുന്നവരെല്ലാവരും ശത്രുവായി കണ്ട്, ആമേൻ നമ്മളാണെങ്കിൽ ക്രൂശിൽ നിന്ന് ശാസിച്ച് വായിലെ തുപ്പലെല്ലാം പറ്റിപ്പോവാൻ. ആമേൻ. ഒരു ശാസനം നടത്തിയില്ല, ഒന്നും ശാസിച്ചില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഓരോ പ്രാവശ്യവും വേദനയുടെ അനുഭവങ്ങൾ വരുമ്പോ റോഡിൽ കൂടെ പോകുന്നവരും, ഇന്നലെ അപ്പം കഴിച്ചവരും, ഇന്നലെ കൂടെ നടന്നവരും, ഇന്നലെ സൗഖ്യം പ്രാപിച്ചവരും, നേരത്തെ അവന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, ഇന്ന് കാഴ്ച കിട്ടി, ആ കണ്ണും വെച്ചുകൊണ്ട് നീ ക്രൂശിൽ ഇറങ്ങി വേണ, നീ ദൈവപുത്രനാണ്, ക്രൂശിൽ ഇറങ്ങി വേണ എന്ന് വെല്ലുവിളിക്കപ്പെട്ടു. കർത്താവ് ചോദിച്ചില്ലടാ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, അത് കഴിഞ്ഞ 1 വർഷം മുമ്പ് ഞാൻ നിന്റെ ഊരിന്റെ പുറത്തോടെ, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചല്ലോ, ഞാൻ അതിലെ കൂടെ വന്നപ്പോ നീ കണ്ണു കാണാൻ വയ്യാതെ ആ മൂലയിൽ പിച്ചയെ അയച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ നിന്നെ അവിടുന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നിന്നെ കൊണ്ട് ഊരിന്റെ പുറത്ത് കൊണ്ടുവന്ന് കണ്ണിന് തൂപ്പി ഞാൻ നിന്നെ സൗഖ്യമാക്കുക നിനക്ക് ഓർമ്മയുണ്ടോടാ? നന്ദി കെട്ടവനെ ഇതൊന്നും കർത്താവ് ചോദിച്ചില്ല. നമ്മളാണെങ്കിൽ ഓരോരുത്തരുടെ കണക്ക്, ഓരോരുത്തരുടെ കാര്യം. നീ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നപ്പോ 12 അപ്പം കഴിച്ചതാ കേട്ടോ. ആമേൻ ആമേൻ. 12 അപ്പവും 4 മീനും നീ കഴിച്ചത്. കണക്കെന്തെങ്കിലുണ്ട്? ഒന്നും നമ്മളെ കർത്താവ് പറഞ്ഞില്ല. നമ്മള് പറയും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് നിന്നനൊക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോ ആ ക്രൂശിനോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. വേദന വന്നപ്പോൾ ക്രൂശിനോട് ചേർന്നു. നമ്മുടെ കർത്താവ് ക്രൂശിനെ സ്നേഹിച്ചു. നമ്മൾ നിമിത്തമായി ക്രൂശിനെ സ്നേഹിച്ചു. നമ്മൾ നിമിത്തമായി ക്രൂശിനെ സ്നേഹിച്ചു. ആ ക്രൂശിന്റെ സ്നേഹമാണ് പ്രിയമുള്ളവരെ ഇന്ന് കർത്തൃമേശയായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഇന്ന് കർത്താവിന്റെ തിരുമേശ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് കർത്താവിന്റെ അപ്പവും കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നില്ല. പക്ഷേ നമ്മൾ കർത്താവിന്റെ മരണത്തെ സ്മരിച്ചുകൊണ്ട് നമ്മളോട് കാണിച്ച ക്രൂശിലെ സ്നേഹത്തെ നമ്മളത് സ്മരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്ത പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്തിന് ഇവിടെ പറയുന്ന വാചകം ശ്രദ്ധിച്ച്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. Praise the Lord. Praise the Lord. Praise the Lord. യേശു കർത്താവ് ക്രൂശിന് തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോഴും പിതാവിന്റെ മഹത്വത്തിനാണ് പ്രാധാന്യം നൽകിയത്. ഞാൻ കർത്തൃയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ പിതാവാണ് അവിടെ മഹത്വപ്പെടുത്തേണ്ടത്. കാരണം പിതാവ് ത്രിയേക ദൈവം. ആമേൻ. മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ത്രിയേക ദൈവ കൗൺസിൽ ഒരുമിച്ച് കൂട്ടിയപ്പോ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ഈ ക്രൂശ് ധരിക്കുവാൻ വഹിക്കുവാൻ നമ്മുടെ കർത്താവ് ഞാനിതാ പോകാമെന്ന് അവിടെ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അത് പിതാവ് ഓർത്ത് കാണും. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കർത്തൃയുടെ അനുഭവത്തിൽ നിന്ന് എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ നമ്മൾ പാടും മണ്ണെ പ്രതി മാണിക്യം വെടികയിലെന്നൊക്കെ പാടും. പക്ഷെ ഒരു ഭാഗത്ത് മണ്ണ് കാണിച്ചിട്ട് മറുകാലത്ത് മാണിക്യം കാണിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വേർക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ മണ്ണ് വാങ്ങിക്കുവോ മാണിക്യം എടുക്കുവോ? ഞാൻ ഉൾപ്പെടെ മാണിക്യം എടുക്കും.
അല്ലേ? എനിക്ക് കള പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ കർത്താവ് സ്വർഗീയ കിരീടത്തെ മാറ്റിവെച്ച് ദൈവത്വം തന്നെ ഭൂമിയിലേക്ക് വന്നു. പക്ഷെ ദൈവത്തിന്റെ മഹത്വം മാറ്റിവെച്ച്, ആദിയിലുണ്ടായിരുന്ന മഹത്വം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഒഴിഞ്ഞവനായി ഭൂമിയിലേക്ക് വന്നത്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അത് പിതാവിനെ മകത്ത് അന്നെടുത്ത തീരുമാനത്തിന് വ്യതിചലിക്കാതെ ഈ കർത്തൃയുടെ അനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്നത് തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന ചില തീരുമാനമുണ്ട്. കഷ്ടത വന്നാലും പ്രയാസം വന്നാലും നിന്നത വന്നാലും മാറില്ല. ആർക്കും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിയ ദൈവത്തിന്റെ വൈദ്യരെ അല്പവേദനയും പ്രയാസങ്ങളും വാളുകളും പട്ടിണിയും നിന്നനും ഒക്കെ നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നീ അല്പമെങ്കിലും തീരുമാനത്തിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അല്ലെങ്കിൽ ദൈവനാമം അവിടെ മഹത്വം എടുക്കുകയില്ല. Praise the Lord. Praise the Lord. Amen. ഇവിടെ പുത്രന് ലഭിക്കുന്ന വലിയൊരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ പുത്രൻ ജയിച്ചു. ആര് മഹത്വമെടുത്തു? പിതാവ്. പുത്രൻ മഹത്വമെടുത്തു, പിതാവ് മഹത്വമെടുത്തു. നിങ്ങളുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് അല്ല ആരെങ്കിലും കുഞ്ഞ് IAS പരീക്ഷയിലെ സിവിൽ പരീക്ഷയിലെ 1ാം റാങ്ക് നേടിയാൽ അതിന്റെ മഹത്വം ആ കൊച്ചിനാണോ നിങ്ങൾക്കാണോ? ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചത് ഇതൊരു ഭംഗി ഓർമ്മയായിട്ട്. ഇത് നമ്മളിങ്ങനെ ഓർത്ത് ഇങ്ങനെ പറയുന്നത്, ഇതിനെ പഠിച്ചു പറയുന്നതൊന്നും അല്ലാത്തതുകൊണ്ട് ഓർമ്മ. ഓർമ്മ എന്ന് പറയുകയാണേ, ഒരു ഓർമ്മ എന്ന് പറയാ ചിലപ്പോൾ വ്യത്യാസമൊക്കെ, കഥയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ആശയത്തിന് വ്യത്യാസം ഉണ്ടാകില്ല. ഓർമ്മ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പെൺകുട്ടി കളക്ടറായി. ആ കളക്ടറായിരിക്കുന്ന ചടങ്ങിൽ അമ്മയെ ആ പെൺകുട്ടി ആദരിച്ചു. അമ്മ ആരാണെന്നറിയാമോ? ആ മുനിസിപ്പാലിറ്റിയിലെ റോഡ് തൂക്കുന്ന ജോലിക്കാരിയാണ് അമ്മ. അമ്മയെ വിളിച്ചിട്ട് എൻ്റെ ഓർമ്മ എന്ന് പറയാം, ആ പെൺകുട്ടി ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് കളക്ടറായത്, IAS എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ്. അഭിമാനത്തോടുകൂടി എൻ്റെ അമ്മ ഈ തെരുവ് തൂത്തത് കൊണ്ടാണ്. Praise the Lord. Praise the Lord. Praise the Lord. ഇതിന് സമാനമായ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആരാണ് മഹത്വപ്പെടുത്തത്? നാളെ ഇന്നാരുടെ അവിടെ ഇന്നാര് ഇവിടെ അഖിൽ ഇതുപോലെ 1ാം റാങ്ക്. നാട്ടുകാർക്കൊന്നും അഖിലിനെ അറിയത്തില്ല. അപ്പൊ ചോദിക്കും, ആരാണ് അഖിൽ? അപ്പൊ പറയുകയാണ്, അത് ഇന്ന വീട്ടില് ജോസഫിന്റെ മോനാണെന്ന് പറയുന്നത്. അതാണ്, അവിടെയാണ് കുട്ടി വരുന്നത്. അർത്ഥം മനസ്സിലായോ? പുത്രൻ മഹത്വമെടുപ്പമേൻ പുത്രൻ ഈ പരീക്ഷയിൽ വിജയിക്കുമ്പോൾ പിതാവ് പുത്രൻ മഹത്വമെടുക്കുന്നതിനോടൊപ്പം പിതാവ് മഹത്വമെടുക്കുകയാണ്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ,
നമ്മളുടെ ജീവിതത്തിന്റെ കർത്തതയുടെ അനുഭവങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ഇതിലൂടെ ദൈവം മഹത്വമെടുക്കുകയാണ്. പിശാചിന് മുമ്പിൽ ദൈവം മഹത്വമെടുക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ദൈവം മഹത്വമെടുക്കുകയാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്ന് ലോകം മനസ്സിലാക്കപ്പെടുന്നത് നമ്മുടെ കർത്തതയിൽ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ജീവിക്കുന്നുവെന്ന് നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന് നാമം വെളിപ്പെടുന്നത്. മഹത്വമെടുക്കുന്ന കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗം വന്നാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, ആളുകൾ തള്ളിയാൽ, പ്രിയമുള്ളവരെ, നിന്റെ പ്രവർത്തനത്തിലൂടെ ആമേൻ, 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 ദൈവനാമം മഹത്വമെടുക്കട്ടെ. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്നു. യോസഫ് അടിമയായി വിൽക്കപ്പെട്ടു. യോസഫ് അതിനുശേഷം പോത്തിഫറിന്റെ ഭവനത്തിൽ അവിടെ അടിമയായി ജോലി ചെയ്യപ്പെട്ടു. അവിടുന്ന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കപ്പെട്ട, ജയിലിൽ നിന്ന് നേരെ രാജ്യത്തിന് രണ്ടാമനായി സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ അവിടെ യോസഫല്ല ഉയർത്തപ്പെട്ടത്, യോസഫിനെ ഉയർത്തിയ ദൈവമാണ് ഉയർത്തപ്പെട്ടത്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ട് നിന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുമ്പോൾ, നീ കഷ്ടതയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ, നിന്റെ വേദനയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ, നിന്റെ ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ, നീ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് നിന്റെ ഒരു ഉയർച്ചയിലേക്ക്, നിന്റെ ഒരു കുടുംബത്തിന്റെ ഉയർച്ചയിലേക്ക്, തലമുറയുടെ ഉയർച്ചയിലേക്ക് അത് മാറുമ്പോൾ ആമേൻ, ദൈവമാണ് അവിടെ ഉയർത്തപ്പെടുന്നത്. ദൈവമാണ് അവിടെ ഉയർത്തപ്പെടേണ്ടത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം. ഇനി എന്തെങ്കിലും സമയം കിട്ടുമ്പോ എന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എന്നുള്ള സങ്കീർത്തന ഭാഗം എടുത്തത് തന്നെ ആ വിഷയം പറയാനാ. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടത്. എന്റെ വിഷയം അതായിരുന്നു. പക്ഷെ ഇതൊരു മുഖവരിയായിട്ട് അങ്ങനെ പറഞ്ഞു പോയി. എന്നാൽ ഇതൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അവിടെ നിത്യജീവനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ച്. നിത്യജീവനെ കുറിച്ച് ഏക സത്യമായ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. 4 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ഭാഗം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. നിത്യജീവൻ എന്നത് ഒരു സ്ഥലമല്ല. നമുക്ക് നിത്യജീവനെ കുറിച്ച് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് എന്ന് പറഞ്ഞേ? എന്താ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? നിത്യജീവനെ കുറിച്ച് പറയുമ്പോ സ്വർഗമല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിത്യജീവൻ ഒരു സ്ഥലമല്ല, ഒരു ബന്ധമാണ്. സ്തോത്രം ചെയ്താട്ടെ. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ് നിത്യജീവൻ. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നമ്മുടെ നിത്യജീവൻ ആരംഭിക്കുകയാണ്. കരയുയർത്തി സ്തോത്രം ചെയ്താട്ട്. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ മാത്രമല്ല നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. നീയും ദൈവവുമായിട്ട് ഒരു ബന്ധം എപ്പോൾ സ്ഥാപിച്ചോ അപ്പോൾ മുതൽ നിന്നിൽ നിത്യജീവൻ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ 4 മിനിറ്റ് കൊണ്ട് ആ ഭാഗം പറയുകയാണ്. നിത്യജീവൻ എന്നുള്ളത് ആമേൻ ദൈവത്തെ അറിയുക എന്നതാണ്. എന്താണ് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ സാധാരണ അറിയുന്ന അറിവല്ല നിത്യജീവൻ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് അറിയാം. ഞാൻ ധാരാളം
ധാരാളമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അവരെ കുറിച്ച് നമ്മൾ ദിനംപ്രതി കേൾക്കുന്നുണ്ട്, ദിനംപ്രതി വായിക്കുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരെ കുറിച്ച് അവരുടെ ജീവചരിത്രം വായിച്ച് അവരുടെ ഏറ്റവും താഴ്ചയുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിയതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അവരുടെ ജീവിതം നമുക്ക് പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് തന്നെ അറിയത്തില്ല, പ്രധാനമന്ത്രിക്ക് തന്നെ അറിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ ആരംഭിക്കുന്നത് അവരെന്നെ അറിയപ്പെടാം. അവനും ഞാനുമായിട്ടൊരു ബന്ധം ആരംഭിക്കപ്പെടാം. കർത്താവ് പറയുന്നു, നിന്നെയും എന്നെയും അറിയണം എന്ന് പറഞ്ഞാൽ എന്നിൽ കൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ അറിയാൻ കഴിയില്ല. ഞാനാണ് വഴി. ചിന്തിക്കുന്നതായ വിഷയം നിത്യജീവൻ ആരംഭിക്കുന്നത് മരണം കഴിഞ്ഞാൽ തുടങ്ങുമെന്നാണ്. പക്ഷെ യേശു കർത്താവ് പറയുകയാണ്, നീ നിത്യജീവൻ ഇപ്പോൾ തന്നെ തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തെ അറിയുന്നെങ്കിൽ, ദൈവം നിന്നെ അറിയുന്നെങ്കിൽ, ദൈവവും നീയുമായിട്ട് ആത്മാർത്ഥമായ ബന്ധമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവൻ ആരംഭിച്ചു കഴിഞ്ഞു. കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു മനുഷ്യൻ ഒരിക്കൽ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയം അദ്ദേഹം ഇങ്ങനെ തന്റെ സ്നേഹിതനോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. വാഹനങ്ങളുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്, മക്കളുണ്ട്, പക്ഷെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നെന്ന് പറഞ്ഞാൽ സമാധാനമില്ലായിരുന്നു. ദൈവ സാന്നിധ്യം എനിക്കില്ലായിരുന്നു. ദൈവത്തെ എനിക്കറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്നേഹിതൻ പറഞ്ഞു, ശരിയാണ്, നിനക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നിന്റെ ജീവിതത്തിൽ ദൈവമില്ലായിരുന്നു. ഈ ലോകത്തിലെ സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലും നിത്യജീവൻ അവിടെ ലഭിക്കുകയില്ല. ദൈവവും നീയുമായിട്ടുള്ള ബന്ധം. സമ്പത്തുണ്ടെങ്കിൽ സഭയിൽ നല്ല പദവി കിട്ടുമായിരിക്കാം, ആയിരിക്കുന്ന സ്ഥാനത്ത് നല്ല പദവി കിട്ടുമായിരിക്കാം, ആയിരിക്കുന്ന സമൂഹത്തിൽ നല്ല സ്ഥാനം കിട്ടുമായിരിക്കാം. ഈ സ്ഥാനങ്ങളെല്ലാം കിട്ടിയാലും നിനക്ക് നിത്യജീവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലോൺ മസ്ക് അടക്കം എത്രയോ ധനികന്മാർ നിത്യജീവൻ എന്തേ വാങ്ങുമായിരുന്നു. ഇന്ന് എങ്ങനെ നിത്യജീവൻ ഉണ്ടാകുമെന്ന് വിചാരിച്ച് വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. മരിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളതായി പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, മരിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നല്ല, നീ മരിച്ചാലും ജീവിക്കും, അതാണ് നിത്യജീവൻ. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. നീ മരിച്ചാലും ജീവിക്കും, അതാണ് നിത്യജീവൻ. എങ്ങനെ മരിക്കാതിരിക്കാമെന്നുള്ളതല്ല, നീ മരിച്ചാലും ജീവിക്കുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബന്ധത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമായിട്ട് ബന്ധമുണ്ടാകണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ജീവിതത്തിൽ വചനം ഉണ്ടായിരിക്കണം, ബന്ധം, ദൈവവുമായി ബന്ധമുണ്ടായിരിക്കണം. പ്രാർത്ഥിച്ചാലോ, പാടിയാലോ, തിരുമേശ എടുത്താലോ, ആരാധിച്ചാലോ, ചർച്ചിൽ മുടങ്ങാതെ വന്നതുകൊണ്ടോ, മാസയോഗത്തിന് സ്ഥിരം പോയതുകൊണ്ടോ ഒന്നും നമുക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവം നിന്നെ അറിയുന്നെങ്കിൽ, കർത്താവിനോട് നമ്മൾ പലരും ചെന്ന് ചോദിക്കും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പിന്നെ നീ ഏതാ, നീ ഏത് വീട്ടിലാ? ഞാൻ ഇന്ന വീട്ടിലാ, അതെനിക്കറിയാം. പക്ഷെ നീ സ്വർഗത്തിലെ വീട്ടിലെയാണോ? ഹല്ലേലൂയ, ആമേൻ. കർത്താവ്, ആമേൻ, സ്വർഗത്തിലെ വീട്ടിലെയാണോ? ആമേൻ. അങ്ങനെ പേര് ഇവിടെ ഇല്ല കേട്ടോ. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ ആ വീട്ടിലാ. പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്തോളം കാലം ഹല്ലേലൂയ സ്വർഗത്തിലെ വീട്ടില് സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നിത്യജീവൻ സ്വർഗത്തിലേക്കുള്ള ആമേൻ, 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 ഒരു ടിക്കറ്റാണ്. പക്ഷേ ആമേൻ, അപ്പോൾ തന്നെ
ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധം ആയിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലായിരിക്കാൻ കഴിയുള്ളൂ. വാക്കുകൾ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ മരിക്കാനായി കിടക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുക, തന്റെ മകന് പ്രൈസ് ദി ലോർഡ് അവൻ മരിക്കാൻ കിടക്കുക, വാർദ്ധക്യത്തിലായി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ മകന് കത്തെഴുതി, പ്രിയ മോനെ, നീ പെട്ടെന്ന് വരാൻ നിനക്ക് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നീ വിചാരിക്കേണ്ട സമ്പത്തെല്ലാം ഞാൻ നിനക്ക് തരുകയാണെന്ന്. പക്ഷേ ഒരു ചില്ലിക്കാശ് ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. ഞാൻ മരിച്ചാൽ ഇത് മുഴുവൻ അനാഥാലയത്തിലേക്ക് എല്ലാം എഴുതി കൊടുക്കാൻ പോകുകയാണ്. പക്ഷേ കാരണം നീ എന്റെ മകനാണെന്ന് അറിയാം, റേഷൻ കാർഡിൽ പേരുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാ, നീ എന്റെ മകനാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ഞാൻ നിനക്ക് സമ്പത്ത് തരണമെങ്കിൽ എന്റെ അവസാന സമയത്ത്, ഈ വാർദ്ധക്യത്തിന്റെ സമയത്ത് നീ എന്നോട് കൂടെ ഇരുന്ന് ഒരു പിതാവ് ആരാണെന്ന് നീ മനസ്സിലാക്കി, ഒരു പിതാവിനെ സ്നേഹിച്ച് പിതാവിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി നീ എന്നോടുകൂടെ ഇരുന്ന് ഞാനും നീയുമായിട്ട് ബന്ധമാണെന്ന് മാത്രമേ, അത് ജഡത്തിന്റെ ബന്ധമല്ല, അതിന് ആത്മബന്ധമാണ്, അതിന് ആത്മബന്ധമാണ്, ആത്മാവിന്റെ ബന്ധം. ഞാനും നീയും തമ്മിലില്ലെങ്കിൽ ഇതിന് ഒരു ചില്ലി പൈസ ഞാൻ നിനക്ക് തരില്ല എന്ന് അപ്പൻ മോനെ കത്തെഴുതി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളല്ല നിത്യജീവന്റെ കാര്യം. ദൈവം നമുക്ക് തരുന്ന സമ്പത്തല്ല നിത്യജീവന്റെ ആധാരം. നിത്യജീവന്റെ ആധാരം എന്ന് പറയുന്നത് നീയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നീയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ പുതുക്കാൻ, ഒന്നുകൂടെ ബന്ധം ദൃഢമാകാൻ, ഒന്നുകൂടെ ഒന്ന് ദൃഢമാകാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നീയും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. അത് ദൈവത്തിനറിയാം, അത് ദൈവം സമ്മതിക്കുന്നു. പക്ഷെ ആ ബന്ധം പോരാ. ഇവിടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പൻ മരിക്കാനായി കിടക്കുന്നത് ഇപ്പോൾ മകനോട് വിളിച്ചു പറയുകയാണ്, മോനെ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പോരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ബന്ധം നമ്മൾ തമ്മിൽ പോരാ. പ്രൈസ് ദി, നമ്മൾ തമ്മിൽ ഈ ബന്ധം പോരാ. നീ ബന്ധം ഒന്നുകൂടെ പുതുക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേൻ മരിക്കുന്നതിന്റെ, ആമേൻ ഈ ലോകം വിട്ടുപോകുന്നതിന്റെ തൊട്ട് മുമ്പ്